ഓം ശാന്തി 15/11/2024. ശിവബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സ്വയം പരിശോധിക്കൂ. എത്ര സമയം ബാബയുടെ സ്മൃതിയിലിരിക്കാൻ സാധിക്കുന്നുണ്ട്? കാരണം സ്മൃതിയിലൂടെ മാത്രമാണ് പ്രയോജനം, വിസ്മൃതിയിൽ നഷ്ടമാണ്. ചോദ്യം: ഈ പാപാത്മാക്കളുടെ ലോകത്തിൽ ഏതൊരു കാര്യമാണ് തികച്ചും അസംഭവ്യമായത്? എന്തുകൊണ്ട്? ഉത്തരം: ഇവിടെ ആരെങ്കിലും സ്വയത്തെ പുണ്യാത്മാവാണെന്ന് പറയുകയാണെങ്കിൽ അത് തികച്ചും അസംഭവ്യമാണ്. കാരണം ലോകം തന്നെ കലിയുഗി തമോ പ്രധാനമാണ്. മനുഷ്യർ ഏതൊന്നിനെയാണോ പുണ്യകർമ്മമെന്ന് മനസ്സിലാക്കുന്നത്, അതുപോലും പാപത്തിൻ്റെതായിത്തീരുന്നു. കാരണം ഓരോ കർമ്മവും വികാരങ്ങൾക്ക് വശപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. ഓം ശാന്തി. നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാരാണെന്നുള്ളത് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നീട് നമ്മൾ ദേവി ദേവതകളായിത്തീരുന്നു. ഇത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ, മറ്റാർക്കും തന്നെ മനസ്സിലാവുകയില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാർ പരിധിയില്ലാത്ത പഠിപ്പാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 84 ജന്മത്തിന്റെ പഠിപ്പാണ് പഠിക്കുന്നത്. സൃഷ്ടിചക്രത്തിന്റെ പഠിപ്പാണ് പഠിക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് പവിത്രമാകുന്നതിനുള്ള പഠിപ്പും ലഭിക്കുന്നു. ഇവിടെ ഇരുന്നു കൊണ്ടും നിങ്ങൾ കുട്ടികൾ തീർച്ചയായും പാവനമാകുന്നതിനായി ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. അവനവന്റെ ഹൃദയത്തോട് ചോദിക്കണം, നമ്മൾ സത്യമായും ബാബയുടെ ഓർമ്മയിലിരുന്നു, അതോ മായാരാവണൻ ബുദ്ധിയെ മറ്റു വശത്തേക്ക് കൊണ്ടുപോയോ? തന്റെ അവസ്ഥയെ നോക്കൂ. എത്രത്തോളം സമയം ബാബ ഓർമ്മിച്ചുവോ അതിലൂടെ മാത്രമാണ് പാവനമായി തീരുന്നത്. ശേഖരണത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകൾ വയ്ക്കണം. അതൊരു ശീലമായി തീരുകയാണെങ്കിൽ ഓർമ്മയുണ്ടാകുന്നു. എഴുതി വയ്ക്കും. എല്ലാവരുടെയും പോക്കറ്റിൽ ഡയറി ഉണ്ടായിരിക്കുമല്ലോ. മറ്റുള്ള വ്യാപാരികളുടെ കയ്യിൽ പരിധിയുള്ള ഡയറിയാണ്, നിങ്ങളുടേത് പരിധിയില്ലാത്ത ഡയറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്റെ ചാർട്ട് നോട്ട് ചെയ്യണം. ബാബയുടെ ആജ്ഞയാണ്, ജോലികൾ എന്തു വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ കുറച്ചു സമയം കണ്ടെത്തി തീർച്ചയായും എന്നെ ഓർമ്മിക്കണം. തന്റെ കണക്കിനെ നോക്കി പ്രാപ്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. നഷ്ടം ഉണ്ടാക്കരുത്. നിങ്ങളുടേത് യുദ്ധമല്ലേ? സെക്കൻഡിൽ പ്രാപ്തിയും സെക്കൻഡിൽ നഷ്ടവുമാണ്. ഞങ്ങൾ നഷ്ടമാണോ അതോ ലാഭമാണോ ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും. നിങ്ങൾ വ്യാപാരികളല്ലേ? വിരളം പേർക്കു മാത്രമാണ് ഈ വ്യാപാരം ചെയ്യാൻ സാധിക്കുന്നത്. സ്മൃതിയിലൂടെ പ്രാപ്തിയും വിസ്മൃതിയിലൂടെ നഷ്ടവുമാണ്. ഇവിടെ അവനവനെ വേണം പരിശോധിക്കാൻ. ആർക്കാണോ ഉയർന്ന പദവി നേടേണ്ടത് അവർക്ക് ഈ ചിന്തയുണ്ടാകുന്നു, ഞങ്ങൾ എത്രത്തോളം വിസ്മൃതിയിലിരുന്നു. ബാബ സർവ്വ ആത്മാക്കളുടെയും അച്ഛനും പതിത പാവനനുമാണെന്ന് നിങ്ങൾ കുട്ടികൾക്ക് അറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ആത്മാക്കളാകുന്നു. തന്റെ സ്വന്തം വീട്ടിൽ നിന്നും ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഈ ശരീരമെടുത്ത് പാട്ടഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരം വിനാശിയാണ്, ആത്മാവ് അവിനാശിയും. സംസ്കാരവും ആത്മാവിൽ തന്നെയാണ്. ബാബ ചോദിക്കുന്നു, അല്ലയോ ആത്മാവേ, ഓർമ്മിക്കൂ. ഈ ജന്മത്തിലെ ചെറുപ്പ കാലഘട്ടത്തിൽ എന്തെങ്കിലും തലകീഴായ കർമ്മങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ലല്ലോ. ഓർമ്മിച്ചു നോക്കൂ. 3-4 വയസ്സു മുതൽക്കുള്ളത് ഓർമ്മയിലുണ്ടാകുന്നു. നമ്മൾ ചെറുപ്പ കാലഘട്ടം എങ്ങനെ ചെലവഴിച്ചു, എന്തെല്ലാം ചെയ്തു? ഏതെങ്കിലും കാര്യങ്ങളെ ഓർത്ത് ഹൃദയം വേദനിക്കുന്നുണ്ടോ? ഓർമ്മിച്ചു നോക്കൂ. സത്യയുഗത്തിൽ ഇങ്ങനെയൊന്നും തന്നെ ചോദിക്കേണ്ടതായ കാര്യമില്ല. കാരണം അവിടെ പാപകർമ്മങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് പാപങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യർ എന്തിനെയാണോ പുണ്യത്തിന്റെ കർമ്മമെന്ന് മനസ്സിലാക്കുന്നത് അതുപോലും പാപമാണ്. ഇത് പാപാത്മാക്കളുടെ തന്നെ ലോകമാണ്. നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലും പാപാത്മാക്കളുമായാണ്. ഇവിടെ പുണ്യാത്മാക്കൾ തന്നെയില്ല. പുണ്യാത്മാക്കളുടെ ലോകത്തിലാണെങ്കിൽ ഒരു പാപാത്മാവ് പോലും ഉണ്ടാകുന്നില്ല. പാപാത്മാക്കളുടെ ലോകത്തിൽ ഒരു പുണ്യാത്മാക്കൾ പോലുമില്ല. ഏതെല്ലാം തന്നെ ഗുരുക്കന്മാരുടെ ചരണങ്ങളിലാണോ വീഴുന്നത് അവരാരും തന്നെ പുണ്യാത്മാക്കളല്ല. ഇത് കലിയുഗമാണ്, അതും തമോ പ്രധാനമാണ്.
ഇവിടെ പുണ്യാത്മാക്കൾ ഉണ്ടാവുക എന്നത് അസംഭവ്യമാണ്. പുണ്യാത്മാവായി തീരുന്നതിനാണ് ബാബയെ വിളിക്കുന്നത്. വന്ന് ഞങ്ങളെ പാവന ആത്മാവാക്കി മാറ്റൂ. ആരെങ്കിലും വളരെ ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, ധർമ്മശാല പണിയുന്നുവെങ്കിൽ അവർ പുണ്യാത്മാവാണ് എന്നല്ല അതിനർത്ഥം. വിവാഹങ്ങൾക്ക് വേണ്ടി ഹാൾ പണിതു കൊടുക്കുന്നതൊന്നും പുണ്യകർമ്മമല്ല. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് രാവണ രാജ്യമാണ്, പാപാത്മാക്കളുടെ ആസുരീയ രാജ്യമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും തന്നെ അറിയില്ല. രാവണനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും രാവണൻ ആരാണെന്നുള്ള തിരിച്ചറിവില്ല. ശിവന്റെ ചിത്രമുണ്ടെങ്കിലും ശിവൻ ആരാണെന്നുള്ള തിരിച്ചറിവില്ല. വലിയ വലിയ ശിവലിംഗങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടും പറയുന്നു നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ്, സർവവ്യാപിയാണ് എന്നെല്ലാം. അതുകൊണ്ടാണ് ബാബ പറയുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ഭാരതത്തിൽ തന്നെയാണ് ശിവബാബയുടെ ഗ്ലാനിയും ഉണ്ടാകുന്നത്. നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന ബാബയെക്കുറിച്ച് നിങ്ങൾ മനുഷ്യമതം അനുസരിച്ച് നടന്ന് എത്രയാണ് ആക്ഷേപിച്ചത്. മനുഷ്യമതം, ഈശ്വരീയ മതം എന്നതിനെക്കുറിച്ച് ഒരു പുസ്തകവുമുണ്ട്. നമ്മൾ ശ്രീമത്തനുസരിച്ച് ദേവതയായി മാറുന്നു എന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ, മനസ്സിലാക്കാൻ സാധിക്കൂ. രാവണ മതമനുസരിച്ച് പിന്നീട് ആസുരീയ മനുഷ്യനായിത്തീരുന്നു. മനുഷ്യമതത്തെ ആസുരീയ മതം എന്നാണ് പറയുന്നത്. ആസുരീയ കർത്തവ്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമായ കാര്യം ഈശ്വരനെ സർവവ്യാപി എന്ന് പറഞ്ഞു. കൂർമാവതാരം, മത്സ്യാവതാരം. അപ്പോൾ എത്ര ആസുരീയവും മോശവുമായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ ആത്മാക്കൾ ആരും മത്സ്യത്തിലും കൂർമ്മത്തിലും ഒന്നും വരുന്നില്ല, മനുഷ്യ ശരീരത്തിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ മത്സ്യവും കൂർമ്മവുമായൊന്നും മാറുന്നില്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. 84 ലക്ഷം ജന്മങ്ങൾ എടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയുടെ ശ്രീമത്ത് ലഭിക്കുന്നു. കുട്ടികളെ, നിങ്ങൾ 84 ജന്മങ്ങളാണ് എടുക്കുന്നത്. 84ന്റെയും 84 ലക്ഷത്തിന്റെയും ശതമാനം തമ്മിൽ എത്ര വ്യത്യാസമാണ്. അസത്യം, പൂർണ്ണമായും അസത്യം, അല്പം പോലും സത്യമില്ല. ഇതിന്റെയും അർത്ഥം മനസ്സിലാക്കണം. ഭാരതത്തിന്റെ അവസ്ഥ എന്തായി തീർന്നിരിക്കുന്നു എന്ന് നോക്കൂ. ഭാരതം സത്യഖണ്ഡമായിരുന്നു. അതിന് സ്വർഗം എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. അരക്കൽപ്പം രാമരാജ്യമാണ്, അരക്കൽപ്പം രാവണ രാജ്യവും. രാവണ രാജ്യത്തിലുള്ളവരെ ആസുരീയ സമ്പ്രദായത്തിലുള്ളവരെന്നാണ് പറയുക. എത്ര കടുത്ത വാക്കാണ്. അരക്കൽപ്പം ദേവതകളുടെ രാജ്യമാണ് ഉണ്ടാകുന്നത്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ലക്ഷ്മി നാരായണൻ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണോ എഡ്വേർഡ് ഒന്നാമൻ, രണ്ടാമൻ എന്നതുപോലെ ബാബ വന്ന് ഡ്രാമയുടെ രഹസ്യം നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങളുടെ ശാസ്ത്രങ്ങളിലൊന്നും ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ചില ശാസ്ത്രങ്ങളിൽ കുറച്ചു രേഖകൾ കാണപ്പെടുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ആരാണ് പുസ്തകങ്ങൾ ഉണ്ടാക്കിയത് അവർക്കൊന്നും തന്നെ മനസ്സിലായിട്ടല്ല. ബ്രഹ്മബാബ ബനാറസിൽ ഉണ്ടായിരുന്നപ്പോഴും ഈ ലോകം നല്ലതായി തോന്നിയിരുന്നില്ല. ചുമരിനുമേൽ മുഴുവനും ചിത്രങ്ങൾ വരച്ചിടുമായിരുന്നു. ശിവബാബയാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചിരുന്നത്. കാരണം ഞങ്ങൾ ആ സമയത്ത് കുട്ടികളായിരുന്നില്ലേ, പൂർണ്ണമായും മനസ്സിലായിരുന്നില്ല. ആരോ എന്നിലൂടെ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു. വിനാശം കണ്ടപ്പോൾ ഉള്ളിൽ സന്തോഷമായിരുന്നു. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തും പറന്നുകൊണ്ടിരിക്കുന്നത് പോലെയായിരുന്നു. പക്ഷെ ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ വരച്ചു കുറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പ്രവേശിച്ച ആളുടെ ശക്തി തന്നെയാണ്. ബ്രഹ്മബാബ അത്ഭുതപ്പെടുമായിരുന്നു. ആദ്യം ജോലി ചെയ്തിരുന്നു, പിന്നീട് അതിനുശേഷം എന്തു സംഭവിച്ചു എന്നറിയില്ല. ആരെയെങ്കിലും നോക്കുന്ന സമയത്ത് അവർക്കുടൻ സാക്ഷാത്കാരം ലഭിക്കുമായിരുന്നു. ആരെ നോക്കിയാലും അവരുടെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ അടഞ്ഞു പോകുമായിരുന്നു. എന്തു സംഭവിക്കുന്നു എന്നറിയില്ലായിരുന്നു. അവരോട് നിങ്ങൾ എന്താണ് കണ്ടതെന്ന് ചോദിച്ചാൽ പറയും, വൈകുണ്ഠം കണ്ടു, കൃഷ്ണനെ കണ്ടു എന്നൊക്കെ. ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ബാബ സർവ്വതും ഉപേക്ഷിച്ച് ബനാറസിലേക്ക് പോയത്. മുഴുവൻ ദിവസവും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമായിരുന്നു. പെൻസിലും ചുമരും
മറ്റൊരു പണിയുമില്ലായിരുന്നു. ആ സമയത്ത് കുട്ടിയായിരുന്നില്ലേ? ഇങ്ങനെയെല്ലാം തന്നെ കാണുമ്പോൾ മനസ്സിലാക്കി ഇനി ജോലിയൊന്നും തന്നെ ചെയ്യേണ്ടതായില്ല. ജോലികളും മറ്റും ഉപേക്ഷിക്കേണ്ടതാണ്. ഈ കഴുതപ്പണി ഉപേക്ഷിക്കുന്നതിൽ ബാബയ്ക്ക് സന്തോഷമായിരുന്നു. രാവണ രാജ്യമല്ലേ? രാവണന്റെ തലയ്ക്കുമീതെ കഴുതയുടെ തല കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചിന്ത വന്നു, ഇത് രാജ്യ പദവിയല്ല, പകരം കഴുതപ്പണിയാണെന്ന്. കഴുത ഇടയ്ക്കിടെ ചെളിയിൽ പോയി മുങ്ങി അലക്കുകാരന്റെ വസ്ത്രങ്ങൾ മുഴുവനും അഴുക്കാക്കുന്നു. ബാബയും പറയുന്നു, നിങ്ങൾ ആരായിരുന്നു? ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായി തീർന്നിരിക്കുകയാണ്? ഈ ബാബയും മനസ്സിലാക്കി തരുന്നു, ബ്രഹ്മബാബയും മനസ്സിലാക്കി തരുന്നു. രണ്ടുപേരും സംസാരിക്കുന്നു. ജ്ഞാനം ആരാണോ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് അവർ തീവ്രഗതിയിൽ മുന്നേറുന്നു. നമ്പർ വൈസ് ആണല്ലോ. രാജധാനി സ്ഥാപിക്കുകയാണെന്നുള്ളത് നിങ്ങൾ കുട്ടികളും മനസ്സിലാക്കുന്നു. തീർച്ചയായും പദവി നമ്പർ വൈസ് ആയിരിക്കും. ആത്മാവ് തന്റെ പാട്ട് കൽപ്പകൽപ്പം അഭിനയിക്കുന്നു. എല്ലാവരും ഒരേപോലെ ജ്ഞാനം എടുക്കുകയില്ലല്ലോ. ഈ സ്ഥാപന തന്നെ അത്ഭുതകരമാണ്. മറ്റാർക്കും തന്നെ സ്ഥാപനയുടെ ജ്ഞാനം നൽകാൻ സാധിക്കില്ല. സിഖ് ധർമ്മം സ്ഥാപിച്ചു. പരിശുദ്ധമായ ആത്മാവാണ് പ്രവേശിച്ചത്. കുറച്ചു കാലത്തിനു ശേഷമാണ് സിഖ് ധർമ്മത്തിന്റെ സ്ഥാപന ഉണ്ടായത്. അവരുടെ തലവൻ ആരാണ്? ഗുരു നാനാക്ക്. അദ്ദേഹം വന്നാണ് പിന്നീട് ജപ സാഹിബ് ഉണ്ടാക്കിയത്. ആദ്യം വരുന്നത് പുതിയ ആത്മാക്കൾ തന്നെയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ പവിത്രമായ ആത്മാക്കളാണ്. പവിത്രരായവരെ മഹാത്മാക്കൾ എന്ന് പറയുന്നു. ഒരേ ഒരു ബാബയെ മാത്രമാണ് സുപ്രീം എന്ന് പറയുന്നത്. ധർമ്മസ്ഥാപകരും ധർമ്മം സ്ഥാപിക്കുന്നത് കൊണ്ടാണ് അവരെ മഹാൻ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അവർ നമ്പർ വൈസായി പിറകിലായി വരുന്നു. 500 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആത്മാവ് വന്ന് സിഖ് ധർമ്മം സ്ഥാപിച്ചു. ആ സമയത്ത് അവരുടെ ധർമ്മഗ്രന്ഥമുണ്ടായിരുന്നില്ല. സുഖമണി ജപ സാഹിബ് എന്ന ഗ്രന്ഥം തീർച്ചയായും പിന്നീടുണ്ടാക്കിയതായിരിക്കും. ഗുരു നാനാക്കും എന്ത് പഠിപ്പാണ് നൽകുന്നത്? ഉത്സാഹം വരുമ്പോൾ അച്ഛന്റെ മഹിമയാണ് പാടിക്കൊണ്ടിരിക്കുക. ബാക്കി ഈ പുസ്തകങ്ങളെല്ലാം തന്നെ അതിനുശേഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആളുകൾ വർദ്ധിക്കുമ്പോൾ വായിക്കുന്നവരും വേണമല്ലോ. എല്ലാവരുടെയും ശാസ്ത്രങ്ങൾ പിന്നീടാണ് ഉണ്ടാക്കിയത്. ഭക്തിമാർഗം ആരംഭിക്കുമ്പോഴാണ് ശാസ്ത്രങ്ങൾ പഠിക്കുക. ജ്ഞാനം ആവശ്യമല്ലേ? ആദ്യം സതോ പ്രധാനമായിരിക്കും, പിന്നീട് സതോ രജോ തമോയിലേക്ക് വരുന്നു. എപ്പോഴാണോ ആ ധർമ്മത്തിലുള്ളവരുടെ വൃദ്ധി ഉണ്ടാകുന്നത് അപ്പോഴാണ് പ്രശസ്തി ഉണ്ടാകുന്നത്, ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കപ്പെടുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകാനാണ്? അനുയായികൾ ആവശ്യമാണല്ലോ. സിഖ് ധർമ്മത്തിലുള്ള ആത്മാക്കൾ വരുമ്പോൾ അവർ അനുയായികളായി മാറുന്നു. അതിനും സമയം ആവശ്യമാണ്. പുതിയ ആത്മാക്കൾ വരുമ്പോൾ അവർക്ക് ദുഃഖമുണ്ടാവുകയില്ല. അതിനുള്ള നിയമമില്ല. ആത്മാവ് എപ്പോഴാണോ സതോ പ്രധാന അവസ്ഥയിൽ നിന്നും സതോ രജോ തമോയിലേക്ക് വരുന്നത് അപ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത്. നിയമം അങ്ങനെയാണല്ലോ. ഇവിടെ എല്ലാം കലർന്നിട്ടാണ്. രാവണ സമ്പ്രദായത്തിലുള്ളവരുമുണ്ട്, രാമന്റെ സമ്പ്രദായത്തിലുള്ളവരുമുണ്ട്. ഇപ്പോൾ ആരും തന്നെ സമ്പൂർണരായി മാറിയിട്ടില്ല. സമ്പൂർണരായി കഴിഞ്ഞാൽ ശരീരം ഉപേക്ഷിക്കും. കർമാതീത അവസ്ഥയിലുള്ളവർക്ക് ഏതൊരു പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടായിരിക്കില്ല. അവർക്ക് ഈ അഴുക്ക് ലോകത്തിൽ വസിക്കാൻ സാധിക്കില്ല. അവർ പോകും. ബാക്കി ഇവിടെയുള്ളവർ കർമാതീതരായിട്ടുണ്ടാവില്ല. എല്ലാവരും ഒറ്റയടിക്ക് കർമാതീതമായി തീരില്ല. വിനാശം സംഭവിച്ചാൽ പോലും കുറച്ചു പേർ ഇവിടെ തന്നെ അവശേഷിക്കുന്നു. പൂർണ്ണമായും പ്രളയം സംഭവിക്കില്ല. ഇങ്ങനെയൊരു മഹിമയുണ്ട്. രാമനും പോയി, രാവണനും പോയി. രാവണന്റെയും പരിവാരത്തിലുള്ളവർ ധാരാളമുണ്ടല്ലോ. നമ്മുടെ പരിവാരം കുറച്ചേ ഉള്ളൂ. അവിടെ എത്ര ധർമ്മങ്ങളാണ്. വാസ്തവത്തിൽ ഏറ്റവും വലിയ പരിവാരം നമ്മുടേതായിരിക്കണം. കാരണം ദേവി ദേവതാ ധർമ്മമാണ് ഏറ്റവും ആദ്യത്തേത്. ഇപ്പോൾ എല്ലാവരും കലർന്നിരിക്കുകയാണ്. അതിനാൽ ക്രിസ്ത്യാനികൾ ധാരാളമായിരിക്കുന്നു. മനുഷ്യർ എവിടെയാണോ ധാരാളം സുഖം കാണുന്നത്, പദവി കാണുന്നത്, ആ ധർമ്മത്തിലേക്ക് പോകുന്നു. എപ്പോഴെല്ലാം പോപ്പ് വരുന്നുവോ അപ്പോൾ ധാരാളം പേർ ക്രിസ്ത്യാനികളായിത്തീരുന്നു. പിന്നീട് വർധനവുണ്ടാകുന്നു.
സത്യുഗത്തിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഉണ്ടാകുന്നത്. ക്രിസ്ത്യൻസിനെ പോലെ മറ്റൊരു ധർമ്മവും വൃദ്ധിയുണ്ടായിട്ടില്ല. ഏറ്റവും തീവ്രഗതിയിൽ മുന്നോട്ട് പോകുന്നവർ ഇവരാണ്. ആര് കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുന്നുവോ അവർക്ക് സമ്മാനം ലഭിക്കുന്നു. കാരണം ഇവർക്ക് ജനങ്ങളെ വേണമല്ലോ, മനുഷ്യരെ സൈന്യത്തിലേക്ക് ഉപയോഗിക്കാമല്ലോ. എല്ലാവരും ക്രിസ്ത്യൻസ് തന്നെയാണ്. റഷ്യയിലുള്ളവരും അമേരിക്കയിലുള്ളവരും എല്ലാവരും ക്രിസ്ത്യാനികളാണ്. ഒരു കഥയുണ്ടല്ലോ, 2 കുരങ്ങന്മാർ യുദ്ധം ചെയ്തു, പക്ഷെ വെണ്ണ കഴിച്ചത് പൂച്ചയാണ്. ഇതും ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ആദ്യം ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരുമിച്ചായിരുന്നു വസിച്ചിരുന്നത്. വേറെ ആയപ്പോഴാണ് പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യമുണ്ടായത്. ഇതും ഡ്രാമയാണ്. 2 കൂട്ടരും പരസ്പരം യുദ്ധം ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവരുടെ വെടിക്കോപ്പുകളും ഉപയോഗത്തിലേക്ക് വരൂ. ഇവരുടെ ഈ ജോലിയാണ് ഏറ്റവും ഉയർന്നതിലും ഉയർന്നത്. പക്ഷെ ഡ്രാമയിൽ വിജയത്തിന്റെ ഭാവി നിങ്ങളുടേതാണ്. 100% ഉറപ്പാണ്. നിങ്ങൾക്കുമേൽ ആർക്കും വിജയിക്കാനാവില്ല. ബാക്കി എല്ലാവരും തന്നെ നശിച്ചു പോകുന്നു. നിങ്ങൾക്കറിയാം, പുതിയ ലോകത്തിൽ നമ്മുടെ രാജ്യമായിരിക്കും. അതിനുവേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ യോഗ്യരായിരുന്നു, ഇപ്പോൾ യോഗ്യത നഷ്ടപ്പെട്ടു. വീണ്ടും യോഗ്യരായി തീരണം. പതിത പാവന വരൂ എന്ന് പറഞ്ഞ് പാടാറുണ്ട്. പക്ഷെ ആരും തന്നെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഈ ലോകം മുഴുവനും കാടാണ്. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. വന്ന് മുൾക്കാടുകളെ പുഷ്പങ്ങളുടെ പൂന്തോട്ടമാക്കി മാറ്റുകയാണ്. അത് ദൈവിക ലോകമാണ്. ഇത് പൈശാചിക ലോകമാണ്. മുഴുവനും മനുഷ്യ സൃഷ്ടിയുടെ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുകയാണ്. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു, നമ്മൾ തന്റെ ധർമ്മത്തെ മറന്ന് ധർമ്മഭ്രഷ്ടരായിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ കർമ്മവും വികർമ്മം തന്നെയാകുന്നത്. കർമ്മം, അകർമ്മം, വികർമ്മം ഇവയുടെ ഗതിയെക്കുറിച്ച് ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, ഇന്നലെ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇന്ന് നാം ഇതുപോലെ ആയിരിക്കുന്നു, സമീപം എത്തിയിരിക്കുന്നു. ബാബ പറയുന്നു, ഇന്നലെ ഞാൻ നിങ്ങളെ ദേവതയാക്കി മാറ്റിയിരുന്നു, രാജ്യഭാഗ്യം നൽകിയിരുന്നു. പിന്നീട് അതെല്ലാം തന്നെ എന്തു ചെയ്തു? നിങ്ങൾക്ക് സ്മൃതി ഉണർന്നു കഴിഞ്ഞു. ഭക്തി മാർഗത്തിൽ നമ്മൾ എത്ര ധനത്തെ നഷ്ടപ്പെടുത്തി. ഇന്നലത്തെ കാര്യമാണ്. ബാബ വന്ന് കൈക്കുമ്പിളിൽ സ്വർഗം നൽകുകയാണ്. ഈ ജ്ഞാനം ബുദ്ധിയിലുണ്ടായിരിക്കണം. ബാബ ഇതും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ കണ്ണുകൾ വളരെയധികം ചതിക്കുന്നു. വികാരി ദൃഷ്ടിയെ ജ്ഞാനത്തിലൂടെ നിർവികാരി ദൃഷ്ടിയാക്കി മാറ്റണം. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർകാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ അച്ഛന് നമസ്കാരം. ധാരണ: തന്റെ പരിധിയില്ലാത്ത ഡയറിയിൽ ചാർട്ട് നോട്ട് ചെയ്യണം. അതായത്, നമ്മൾ ഓർമ്മയിലിരുന്നു കൊണ്ട് എത്രത്തോളം ലാഭം വർദ്ധിപ്പിച്ചു. നഷ്ടം ഉണ്ടായിരിക്കില്ലല്ലോ. ഓർമ്മിക്കുന്ന സമയത്ത് ബുദ്ധി എവിടെയെല്ലാം പോയി. ഈ ജന്മങ്ങളിൽ ചെറുപ്പം മുതൽ നമ്മളിൽ നിന്നും എന്തെല്ലാം തലകീഴായ കർമ്മങ്ങൾ അഥവാ പാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവ നോട്ട് ചെയ്യണം. ഏതൊരു കാര്യമാണ് മനസ്സിനെ കാർന്നു തിന്നുന്നത്, അത് ബാബയെ കൽപ്പിച്ച് ഭാരരഹിതരായി തീരണം. ഇപ്പോൾ ഏതൊരു പാപകർമ്മവും ചെയ്യരുത്. വരദാനം: കർമ്മബന്ധനത്തെ സേവനത്തിന്റെ സംബന്ധത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി സർവരിൽ നിന്നും നിർമോഹിയും പരമാത്മാ സ്നേഹിയുമായി ഭവിക്കട്ടെ. പരമാത്മാ സ്നേഹം ബ്രാഹ്മണ ജീവിതത്തിന്റെ ആധാരമാണ്. എന്നാൽ അത് ലഭിക്കണമെങ്കിൽ നിർമോഹിയാകണം. അഥവാ ഗൃഹസ്ഥത്തിൽ കഴിയുകയാണെങ്കിൽ സേവനത്തിനായി കഴിയുകയാണ്. ഒരിക്കലും ഇത് കരുതരുത് കർമ്മ കണക്കാണ്, കർമ്മബന്ധനമാണ്. എന്നാൽ സേവനമാണ്. സേവനത്തിന്റെ ബന്ധനത്തിൽ ബന്ധിതമാകുന്നതിലൂടെ കർമ്മബന്ധനം അവസാനിക്കുന്നു. സേവാഭാവമില്ലെങ്കിൽ കർമ്മബന്ധനം ആകർഷിക്കുന്നു. എവിടെ കർമ്മബന്ധനമുണ്ടോ അവിടെ ദുഃഖത്തിന്റെ അലകളാണ്. സേവനത്തിന്റെ സംബന്ധത്തിൽ സന്തോഷമാണ്. അതിനാൽ കർമ്മബന്ധനത്തെ
സേവനത്തിന്റെ സംബന്ധത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി നിർമോഹി സ്നേഹിയായി കഴിയൂ. എങ്കിൽ പരമാത്മ സ്നേഹിയായി മാറും. സ്ലോഗൻ: സ്വസ്ഥിതിയിലൂടെ ഓരോ പരിതസ്ഥിതിയെയും മറികടക്കുന്നവരാണ് ശ്രേഷ്ഠാത്മാക്കൾ. ഓം ശാന്തി.